ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ ഫെയിമൊന്നും അദ്ദേഹത്തിന് വേണ്ട. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ട് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വഴിയൊക്കെ കണ്ടെത്തുന്നുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയില്ല. അപ്പോൾ ഉസ്താദിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ച് ആവുന്നുണ്ട് എല്ലാ ആളുകൾക്കും. അപ്പോൾ നല്ലത് പറഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞ് വീഡിയോ ഇടുന്ന ആളുകളും ഒരുപാടുണ്ട്. ഇപ്പം ഞാനൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത്. ആ ഇഷ്ടത്തോടു കൂടി വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന റവന്യൂ, അതെൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എനിക്ക് ആത്മസംതൃപ്തിയുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോഴും നേരെ മറിച്ചുള്ള ആളുകൾക്കും നല്ല റവന്യൂ കയറുന്നുമുണ്ട്. എന്തായാലും ഉസ്താദ് ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കാണാതെ ഒന്നും അദ്ദേഹം ഇറങ്ങില്ല. വെറുതെ ഒരു തമാശയ്ക്ക് ഇറങ്ങിയതൊന്നുമല്ല. ഈ എമൻ പൗരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്, നിമിഷപ്രിയയുടെ വധക്കേസുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് വെറുതെ ഈ സോഷ്യൽ ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അദ്ദേഹം ഇറങ്ങില്ല. അത് 100% ഉറപ്പ് തന്നെയാണ്. കാരണം ചുമ്മാ കുട്ടിക്കളിയൊന്നുമല്ല. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ സൂഫി പണ്ഡിതന്മാരുമായിട്ട് നല്ല ഒരു ബന്ധമുള്ള ആൾ കൂടിയാണ്. ഒരുപാട് ആളുകൾക്ക് വലിയ വലിയ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളും മുഖ്യമന്ത്രി വരെ ഭയങ്കര ബഹുമാനത്തോടു കൂടിയാണ് ഉസ്താദിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ ഉസ്താദിന് വെറുക്കപ്പെടുന്ന ചില കൂട്ടരുണ്ട്. അവരാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഈ സാത്താന്മാരുടെ വർത്തമാനം മാത്രമാണ് ഈ യമൻ പൗരൻ്റെ സഹോദരൻ കേൾക്കുന്നത്. നല്ലതിനെ തിരിച്ചറിയാതെ ചീത്തയെ മാത്രമാണ് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുക എന്ന് പറയില്ലേ, സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഇത്രത്തോളമുള്ള പ്രശ്നം വരുന്നത്. അപ്പോൾ നിമിഷപ്രിയ ചെയ്തത് തെറ്റല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അവൾ ചെയ്തത് വളരെ ക്രൂരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്തായാലും ഒരു മാപ്പ് കൊടുത്ത് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ലോകം തന്നെ, അല്ലെങ്കിൽ ആ ലോകം തന്നെ രക്ഷപ്പെട്ടു എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു നമ്മുടെ ഭാഗത്തു നിന്നും നമ്മളൊന്ന് ശ്രമിക്കുക. എന്നിട്ട് നടന്നില്ലെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ വിധിയാണെന്ന് പറയാനേ നമുക്ക് കഴിയുള്ളൂ. പക്ഷേ ഉസ്താദ് ഇപ്പം ഇടപെടുകയും കഴിഞ്ഞ മാസം 16-ാം തീയതി നിമിഷപ്രിയേൻ്റെ വധക്കേസായിരുന്നു, അത് റദ്ദാക്കി. ഈ മാസം 28-ന് ഇപ്പോൾ ഒരു പോസ്റ്റും കൂടെ വന്നു. നിമിഷപ്രിയയുടെ വധക്കേസ് 16-ാം തീയതി നീട്ടിവെച്ചു എന്ന് പറഞ്ഞു, 28-ാം തീയതി റദ്ദാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അടിയിൽ വന്നൊരു പോസ്റ്റ്, അതായത് അതിന് ശേഷമുള്ള യമൻ പൗരൻ്റെ സഹോദരൻ്റെ പോസ്റ്റിൽ പറയുന്നത് ജസ്റ്റ് ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. അതിന് വിചാരിച്ചിട്ട് കൊലക്കുറ്റം ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കിയവളെ ഒരിക്കലും വെറുതെ വിട്ടു എന്നതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അവളെ എന്തായാലും തൂക്കിക്കൊല്ലാൻ വിധിക്കും, അവളെ തൂക്കിക്കൊല്ലാൻ അർഹതപ്പെട്ടവളാണ്, അങ്ങനെ പറയണം. കാരണം ഇവിടെയുള്ള ആളുകൾ മുഴുവനും അവൾക്കെതിരെയും ഉസ്താദിനെതിരെയും ഇങ്ങനെ സ്ക്രൂ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ദിവസം ദൈവം എന്ന ആ ഒരു ഭക്തിയിൽ ജീവിക്കുന്ന ആളുകൾ, ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ മിറാക്കിൾ സംഭവിക്കും. ഞാൻ അന്നും പറഞ്ഞിരുന്നു എന്തോ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. ഉറപ്പായിട്ട് എൻ്റെ മനസ്സ് ഇപ്പോഴും പറയുന്നു, നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് ഒരുങ്ങില്ല, അല്ലെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കില്ല, അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ ഈ 28-ാം തീയതി ഉസ്താദിൻ്റെ ഒരു കാര്യം, ഉസ്താദ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയും ഉസ്താദ് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് സംസാരിക്കുകയും കണ്ടു. എന്നിട്ട് അതിനെ വെച്ചുകൊണ്ട് പല ആളുകളും പല രീതിയിൽ സംസാരിക്കുന്നതായും കണ്ടു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വെറുതെ ഒരു കുട്ടിക്കളിയല്ല ഇത്. ഉസ്താദ് ഒന്നും കാണാതെ കളത്തിൽ ഇറങ്ങില്ല. എന്തെങ്കിലും കണ്ട് അതെന്തെങ്കിലും ഉറപ്പായ ഒരു തീരുമാനം കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് സംസാരിക്കാറുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു സോഷ്യൽ ഫെയിമിന് വേണ്ടിയിട്ട് അദ്ദേഹം വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും വലിയൊരു മനുഷ്യനാണത്, എത്രയോ വലിയൊരു മനുഷ്യനാണ്. നമ്മളൊന്നും വിചാരിക്കാത്ത അത്രത്തോളം വലിപ്പമുള്ളൊരു മനുഷ്യൻ എന്ന് വിചാരിച്ച് മനസ്സുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മീയ രീതിയിലുള്ള ചിന്താഗതികൾ ഒരുപാടുണ്ട്. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ പോയിക്കോട്ടെ. നമ്മൾ എന്തിനാണ് അതിലൊക്കെ കയറി ഇടപെടാൻ നിൽക്കുന്നത്? നമുക്ക് വേണ്ടത് നിമിഷപ്രിയയുടെ മോചനം നടപ്പാകുമോ ഇല്ലയോ. നടപ്പാകുമെന്ന് ഉസ്താദ് പറയുന്നുണ്ടെങ്കിൽ ഞാനും അതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. കുറ്റം പറയുന്നവർ അവിടെ നിന്ന് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുക. വീഡിയോ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.